എന്നെ കൈവിടില്ലല്ലോ നാഥ, നിൻ കരുണകൾ പാടിടാമെന്നും ഒരു നാളുമങ്ങെന്നെ കൈവിടില്ലല്ലോ. എത്ര നാൾ നാഥ നീ എന്നെ മറക്കും, എത്ര നാൾ നാഥ നിൻമുഖം മറച്ചു പിടിക്കും. എന്നേക്കുമായെന്നെ വിസ്മരിച്ചിടുമോ എന്നൊമ്പരങ്ങൾ നീ അറിയുകില്ലയോ. എത്ര നാൾ നാഥ നീ എന്നെ മറക്കും, എത്ര നാൾ നാഥ നിൻമുഖം മറച്ചു പിടിക്കും. കർത്താവേ, നിൻ കൃപയാൽ നിത്യവെളിച്ചം മൃതരാം നിൻ ദാസരിലായി വീശണമേ നീ. സ്വർഗ്ഗത്തിൽ നിന്നരികെ ചേർത്തരുളേണം, സർവവിശുദ്ധരുമൊന്നായി സതതം വാഴാം. ജ്ഞാനസ്നാനത്താലിവരങ്ങേതായി, നിന്റെ ശരീരത്താലിവർ പോഷിതരായി. നിൻ തിരുരക്തത്താലിവർ മോദിതരായി, നിൻ ജീവബലിയാലിവർ പൂജിതരായി. കർത്താവേ, നിൻ കൃപയാൽ നിത്യവെളിച്ചം മൃതരാം നിൻ ദാസരിലായി വീശണമേ നീ. സ്വർഗ്ഗത്തിൽ നിന്നരികെ ചേർത്തരുളേണം, സർവവിശുദ്ധരുമൊന്നായി സതതം വാഴാം. പുറത്തെ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള മുതിർന്ന തലമുറ നമ്മിൽ നിന്നും യാത്ര കഴിയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗത്തിന് അദ്ദേഹത്തോടെ പ്രാർത്ഥിക്കുവാനും അനുസ്മരണം അറിയിക്കാൻ വേണ്ടിയാണ് നാമെല്ലാം ഇവിടെ ഒരുമിക്കുക. ഇന്ന് ഈ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന തോമസ് ചേട്ടൻ തൻ്റെ ഈകലോക ജീവിത കാലഘട്ടത്തിൽ ദൈവത്തോട്, കുടുംബത്തോടും സമൂഹത്തോടും വളരെയേറെ സന്തോഷത്തോടെ പെരുമാറുകയും ജീവിക്കുകയും തൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവസന്നിധിയിൽ വിശിഷ്ടാപൂർവ്വം നിർവഹിച്ച ശേഷമാണ് നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോവുക. നമുക്ക് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും നമുക്ക് ആശ്വസിപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ആത്മാവിനെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമയോടെ നമുക്ക് ഈ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. പനിനീർവിഞ്ചരിപ്പ്. അനുദപിക്കുന്ന പാപികളുടെ നിത്യസംഗതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനായി പനിനീർ ആശീർവദിക്കണമേ. ഈ ജലത്തെ തന്നെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വന്തം ദ്രവ്യങ്ങളെ പരിമളസ്യങ്ങളുടെ നാഥനാദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനായി ചന്ദ്രത്തിനും ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും സത്യവും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മകനീയ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചു അർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നോ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചു അർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ച സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനായി കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചു അർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുലത്തിൽ നിസ്സാരവുമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചു അർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മനോഹരാക്കുകയും ദേവധികത്താൽ ഉയർപ്പിക്കുന്നതാവിനെ നിങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാമിശിക കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. മധ്യന് ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണ നവജീവൻ. വാഗ്ദാനങ്ങളെ കർത്താവ് വിശ്വാസനാകുന്ന വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. തിരുവാക്യങ്ങൾ ശാന്തി നിനക്കുപകർന്നീടും. മധ്യനമധ്യത പുണരുന്നു ക്ഷയമുള്ളോരക്ഷയരാകും. മധ്യതയേവം സകലേശ നിതരാം നൂതനമാകും. നിർഭനാമിശിക കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം.
പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ മുമ്പ് കടക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരിക. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംസിഹായുടെ പ്രസിദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് അനന്ത ജീവനെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരം എന്നെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കടലുള്ളവന് അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ തെരഞ്ഞതിന്റെ ഏർപ്പനും തിന്മ ചെയ്തവർ വിധിയുടെ ഏർപ്പനുമായി പുറത്തു വരും. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും എന്ന് അരുളി ചെയ്ത വിശുദ്ധമായി വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കറിയാം മരണമെന്ന യാഥാർത്ഥ്യത്തെ ക്രൈസ്തവ വീക്ഷണത്തില് നമ്മൾ കാണുമ്പോൾ മരണം സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണ്. കാരണം ഈ ലോക ജീവിതത്തിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം എല്ലാം എടുക്കപ്പെടേണ്ടവരാണ് എന്നൊരു ചിന്ത ഇന്ന് തോമാസ് ചേട്ടൻ്റെ ഈ മൃതസ്കാര ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ചില ആയിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശാരീരിക മരണം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന തോമാച്ചനെ സംബന്ധിച്ചിടത്തോളം തന്റെ കഴിഞ്ഞ 90 വർഷക്കാലം ഈ ലോകത്തിൽ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മരണവും ഇതുപോലെ വളരെ സമാധാനപരമായ മരണമായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചയില് അദ്ദേഹം വളരെ സുബോധത്തോടുകൂടെ തന്റെ അന്ത്യമുദാശയം സ്വീകരിച്ച് മരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അതിന് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയാണ് ഇന്നലെ ഉച്ചയാകുമ്പോൾ തന്റെ മക്കളോടും പ്രിയപ്പെട്ട കൊച്ചുമക്കളോടും സഹോദരന്മാരോടൊക്കെ യാത്ര പറഞ്ഞ് ദൈവസ്ഥയിലേക്ക് കടന്നു പോവുക. കാരണം തന്റെ ഈ ലോക ജീവിതത്തിലെ സഭയോടും ഇടവകയോടും കുടുംബത്തോടും ഒക്കെ അദ്ദേഹത്തിന്റെ മനോഭാവം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ തലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ആധ്യാത്മിക ജീവിതത്തില് ദൈവം നൽകിയ അവസരങ്ങള് പ്രാർത്ഥനയിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ വളരെയേറെ സുഷ്കാന്തിയോടെ പ്രവർത്തിച്ച ആത്മാർത്ഥം നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു തോമാസ് ചേട്ടൻ്റെതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരിക്കലും മറ്റുള്ളവരെ വിമർശനാബുദ്ധിയ കാണുന്ന വ്യക്തിയായിരുന്നില്ല. തന്റെ ജീവിതം തന്റെ കുടുംബത്തിന് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്ന കാര്യത്തിന്
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെയേറെ നന്മയുണ്ടായിരുന്നു എന്നുള്ളതാണ് പഴയ തലമുറ വിലയിരുത്തുന്നത്. മാതാപിതാക്കന്മാര് മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ, മാതാപിതാക്കന്മാര് മക്കൾക്ക് വേണ്ടി പ്രോത്സാഹനം നൽകുവാൻ, മാതൃപരമായി ജീവിക്കുന്ന നല്ല കുടുംബം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള മക്കള് കൂടുതൽ നന്മയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഇന്ന് തോമാച്ചോട് നമ്മൾ വേർപിരിഞ്ഞു പോകുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ല ജീവിതം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ മാതൃപരമായിട്ട് കാണിച്ചു കൊടുത്ത ശേഷമാണ് നമ്മൾ വേർപിരിഞ്ഞു പോകുക. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിന്റെ ഈ ദേഹവിയോഗത്തില് അദ്ദേഹത്തിന്റെ പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് കുടുംബജീവിതത്തില് വളരെയേറെ നന്മ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തില് ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അദ്ദേഹം ഇടപെടാതെ തന്റേതായ ദൈവം നൽകിയ അവസരങ്ങള് അത് സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും അത് കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും കൊടുക്കുവാനുള്ള മനസ്സറിവുണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ മുമ്പില് വളരെ നിഷ്കളങ്കമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു തോമാച്ചൻ ചേട്ടൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ എപ്പം കണ്ടാലും വളരെ സന്തോഷത്തോടെ നമ്മളോട് ഇടപെടുവാന്, സംസാരിക്കുവാനും, പ്രത്യേകിച്ച് ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ ആ സാമീപ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുക തന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ നന്മയുടെയും സ്നേഹത്തിന്റെയുമായ അടയാളമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ഉണ്ടാകേണ്ട മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ കുടുംബത്തിൽ മാതാപിതാക്കന്മാര് മക്കളോട് കൂടുതൽ ആത്മാർത്ഥമായ സ്നേഹത്തോടെ ക്ഷമയോടെ സംസാരിക്കുവാന് പെരുമാറുവാൻ കഴിയുമ്പോൾ നമ്മുടെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമായി തീരും. ആ ഒരു ബന്ധത്തിലൂടെ നമുക്ക് ദൈവത്തെ യാത്രയിക്കാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലം പ്രത്യേകിച്ച് 90 വർഷത്തോളം ഈ ലോകത്ത് ജീവിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, ആരോടും വൈരാഗ്യമില്ലാതെ പെരുമാറുവാൻ, തന്റെ ജീവിതത്തില് ദൈവം നൽകിയ നന്മകളും സമ്പത്തുകളും മറ്റുള്ളവരുടെ പങ്കുവയ്ക്കുവാനുള്ള മനസ്സോടുകൂടെ ജീവിച്ച ഒരു വലിയ വ്യക്തിത്വമാണെന്നും വേർപിരിഞ്ഞു പോവുക. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ നല്ല സന്മാതൃകൾ അനുകരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലായിരുന്ന നന്മകളെ സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഈ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുവാനും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മക്കള് കൂടുതൽ സ്നേഹത്തോടെ ജീവിച്ചു കാണിച്ചു കൊടുക്കുന്നത്, മാതാപിതാക്കന്മാരുടെ സ്നേഹവും ബഹുമാനവും കാണിച്ചു കൊടുക്കേണ്ടത് മക്കളുടെ ജീവിതത്തില് ആ സ്നേഹം നിലനിർത്തുവാനും അതിലൂടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുവാൻ കഴിയുമ്പോഴാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കളായി നമുക്ക് സാധിക്കട്ടെ. കൂടുതൽ പ്രാർത്ഥന സമർപ്പിക്കാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ പറ്റി നമുക്ക് പ്രാർത്ഥിക്കാം. മാനുഷികമായ ബലഹീനതകളാല് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി മാപ്പപേക്ഷിക്കാം. ദൈവത്തിന്റെ ഈ ആത്മാവിനെ ദൈവത്തിനെ സ്വീകരിക്കുവാൻ ദൈവം തിരുവൻസാഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർമ്മങ്ങൾ പങ്കെടുക്കാം. കർത്താവ് വലിയ സ്നേഹവും അനുഗ്രഹവും ഈ കുടുംബത്തിന് മേലും ഈ മക്കളുടെ മേലും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇവിടെ കൂട്ടിക്കുന്ന എല്ലാവരുടെയും പേരില് കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും കർത്താവത്തോടും ഭക്തിയോടും കർത്താവേ ആത്മാവരോട് കരുണ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്തര തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമുദ്ധാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിദിവസം നിന്റെ മുഖത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗാവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയിൽ അനുഗമിക്കുന്നതിന്റെ യാതൊരു പാപങ്ങൾ മാറ്റുകയും ചെയ്യുകയും നിന്റെ മകനീയാഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുതരാകുന്നു.
ഞങ്ങളുടെ ജീവനകാലവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുവരു നാളോർക്കുതമർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക.